ഹസൻ കർക്കഡാഗ് സംവിധാനം ചെയ്ത് 2013 ഇറങ്ങിയ ഒരു ടർക്കിഷ് ഹൊറർ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് ഡബ്ബെ ഫോർ കൾസ് ഓഫ് ദി ജിൻ. ഇപ്പോഴേ ഞാൻ പറയാം, ഈ ചിത്രത്തെ നിങ്ങൾ ഒരിക്കലും രാത്രി ഒറ്റയ്ക്കിരുന്ന് കാണരുത്. ഇത് കണ്ടാൽ നിങ്ങൾ പേടിക്കുക മാത്രമല്ല, പേടിച്ച് ഛർദ്ദിക്കും. ചില സീനുകൾ അമ്മാതിരി സീനാണ്. ഈ ചിത്രം കാണുമ്പോൾ ഇതൊരു സിനിമയാണ് എന്ന് നിങ്ങൾക്ക് തോന്നില്ല. രാത്രി സുമതി വളവിൽ പോയി ഒരു യൂട്യൂബർ വീഡിയോ വ്ളോഗിങ് ചെയ്യുന്ന പോലെ, ഒരു റിയലായി നടക്കുന്ന പോലെ തോന്നും. ഞാൻ ഇത്രയും പറഞ്ഞ് പേടിപ്പിച്ചിട്ടും താൻ എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് കാണും എന്നാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നതെങ്കിൽ നിങ്ങളൊരു കഠിനോസ്കി ഹൃദയമുള്ള ലെജൻസ് ആണ്. അത്രയും ധൈര്യശാലികളാണ് നിങ്ങളെങ്കിൽ പിന്നെ എന്ത് ആലോചിക്കാൻ. വരൂ, അതിനു മാത്രം ഇതിലെന്താ ഉള്ളതെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ നായികയെ കാണാം. ഇവളുടെ പേര് ഡോക്ടർ ഇബ്രോ. ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഡോക്ടറിൻ്റെ അടുത്തേക്ക് വന്ന ഒരു പേഷ്യൻറ്റിന് ബാധ കയറി എന്ന് പറഞ്ഞ് ഒരു മന്ത്രവാദിയെ ആൾക്കാർ കൂട്ടിയിട്ട് വന്ന് ആ സ്ത്രീയുടെ പ്രേതബാധ ഒഴിപ്പിക്കാൻ നോക്കുന്നു. അതൊക്കെ കണ്ടാണ് പ്രേതഭൂതത്തിലൊന്നും വിശ്വാസമില്ലാത്ത ഡോക്ടർ ഇബ്രോ വീഡിയോ എടുക്കുന്നത്. ഇങ്ങനെ ഒരു അന്ധവിശ്വാസം ഇപ്പോഴും ജനങ്ങൾക്കിടയിലുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഇബ്രോ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. പെട്ടെന്ന് പ്രേതബാധ ഏറ്റു എന്ന് പറയുന്ന സ്ത്രീ പെട്ടെന്ന് അവളുടെ വോയിസ് ചേഞ്ചായി ഒരു ആണിൻ്റെ വോയിസിലൊക്കെ അലറുകയാണ്. അലറിയടിച്ച് ആ ലേഡി ഒരു റൂമിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. പുറകെ പോകുന്ന ഈ മന്ത്രവാദിയുടെ പേര് ഫാറൂഖ്. അങ്ങനെ ഫാറൂഖ് പോകുമ്പോൾ പുറകെ ഇബ്രുവും വീഡിയോ എടുത്തുകൊണ്ട് പോവുകയാണ്. ഫാറൂഖ് ആ ലേഡിയെ കണ്ടുപിടിക്കുകയും നേരെ ചാടിപ്പിടിച്ച് മന്ത്രങ്ങളൊക്കെ ഉരുവിട്ട് ആ ലേഡിയുടെ വായിൽ നിന്നും തലമുടിയും എല്ലുകളും എന്തൊക്കെയോ എടുക്കുകയാണ്. അതിനുശേഷമാണ് ആ ലേഡി നോർമലാവുന്നത്. അന്നേരം ഫാറൂഖ് പറയുന്നു, ഇവളുടെ ശരീരത്തിൽ കയറിയ ജിന്ന് പോയി, ഇതിനപ്പുറം ഇവൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നാൽ ശരി, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഫാറൂഖ് പോവുകയാണ്. അന്നേരം ഇബ്രു ക്യാമറ തിരിച്ചു പിടിച്ച്, ഹേയ് ഗൈസ്, കണ്ടില്ലേ, ഇങ്ങനെയാണ് ഓരോ ഉടായ്പും കാണിച്ച് ആൾക്കാരെ വിശ്വസിപ്പിച്ച് പറ്റിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഇബ്രു കാർ എടുത്ത് നേരെ മന്ത്രവാദിയായ ഫാറൂഖിൻ്റെ വീട്ടിലേക്ക് പോയി മീറ്റ് ചെയ്യുകയാണ്. ഫാറൂഖ് അവളെ അകത്തേക്ക് ക്ഷണിച്ചപ്പോൾ എന്തിനാ ഇങ്ങനെ പ്രേതം, പിശാച്ച്, ജിന്ന് എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്നത് എന്ന് ഇബ്രു ചോദിക്കുമ്പോൾ, ഞാൻ ആരെയും പറ്റിക്കാറില്ല, ശരിക്കും ആ ലേഡിയുടെ ശരീരത്തിൽ ഒരു ജിന്ന് ഉണ്ടായിരുന്നു, ഞാനത് ഒഴിപ്പിച്ചു വിട്ടു എന്ന് ഫാറൂഖ് പറയുകയാണ്. ശരി, ഇതൊക്കെ എന്താ എഴുതി ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഇതൊക്കെ ദുഷ്ടശക്തികളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള മന്ത്രങ്ങളാണ് എന്നൊക്കെ ഫാറൂഖ് പറയുകയാണ്. സയൻറ്റിഫിക്കൽ ആയിട്ടും കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഇബ്രുവിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഇബ്രു അതിലൊന്നും വിശ്വാസം കൊടുക്കുന്നതേയില്ല. ശരി വാ എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോയി ഇന്നലെ ജിന്ന് കയറിയ ലേഡിയുടെ വായിൽ നിന്നും എടുത്ത തലമുടിയും എല്ലും അവയവവും ഒക്കെ ഇബ്രുവിന് കാണിച്ചു കൊടുത്തിട്ടും, ഇല്ല, ഇതാണ് നിങ്ങളുടെ തട്ടിപ്പ്, ആ ലേഡിയെ ഒരു റൂമിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ആരും കാണാതെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും എടുത്തിട്ട് ചുമ്മാ വായിൽ നിന്നും എടുത്തതാണെന്ന് പറഞ്ഞ് പറ്റിച്ചതല്ലേ എന്ന് ഇബ്രു പറഞ്ഞതോടെ, ശരി, നീ വിശ്വസിക്കണ്ട, നിന്നെ വിശ്വസിപ്പിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ഫാറൂഖ് ചിന്തിക്കുമ്പോൾ, എൻ്റെ ഒരു ചെറുപ്പകാല ഫ്രണ്ട് ഒരുത്തിയുണ്ട്, അവളുടെ പേര് കുബ്ര. ഞാൻ ഒരു ഡോക്ടർ ആയിട്ടും ഇത്ര വർഷമായിട്ടും എനിക്ക് അവളെ ചികിത്സിച്ച് നേരെയാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ അവളെ സുഖപ്പെടുത്തിയാൽ ഞാൻ നിങ്ങൾ ചെയ്യുന്ന കാര്യം തട്ടിപ്പ് അല്ല എന്ന് വിശ്വസിക്കാം എന്ന് ഇബ്രു പറയുകയാണ്. ശരി, ഞാനതിന് തയ്യാറാണ് എന്ന് ഫാറൂഖ് പറഞ്ഞതും അങ്ങനെ ഫാറൂഖിനെയും കൂട്ടി ഇബ്രു തൻ്റെ സുഹൃത്തായ കുബ്രയുടെ അടുത്തേക്ക് യാത്ര തുടങ്ങി. നേരം കാലം നോക്കാതെയാണ് യാത്രയ്ക്ക് ഇറങ്ങിയത്. കൂരാക്കൂരിട്ട്, വഴിയോരത്ത് ആരുമില്ല, പോരാത്തതിന് കാട്ടുവഴി. യഥാർത്ഥത്തിൽ ഇബ്രുവിന് വഴി പോലും കൃത്യമായി അറിയില്ല. ചോദിച്ച് പോവാനാണ് പ്ലാൻ. സിഗ്നൽ പോലും നേരെ കിട്ടാത്തതിനാൽ അടുത്തുള്ള വീട്ടിലൊക്കെ പോയി വഴി ചോദിക്കുമ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് പറയുമ്പോൾ തന്നെ നാട്ടുകാരെല്ലാം ഇവരെ അടിച്ചിട്ട് ആ ഗ്രാമത്തിലേക്കോ, അതൊരു ശപിക്കപ്പെട്ട ഗ്രാമമാണ് എന്ന് പറഞ്ഞ് അടിച്ച് ഓടിക്കുകയാണ്. അങ്ങനെ ഓരോ സ്ഥലത്ത് എത്തിയപ്പോൾ ആരൊക്കെയോ കരയുന്ന ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങി. എന്താ സംഭവം എന്നറിയാൻ ക്യാമറയും തൂക്കി പോകുമ്പോൾ 2 റെഡ് കളർ കണ്ണ് കാണുകയും പെട്ടെന്ന് മുന്നിലേക്ക് വരാൻ തുടങ്ങി.
എന്തോ ഒരു ജീവി ഇവരെ ഇടിച്ചിട്ട് തെറിപ്പിച്ചിട്ട് പോവുകയാണ്. അതോടെ ഇബ്രുവിൻ്റെ ഉള്ളിൽ ഭയം വരാൻ തുടങ്ങി. കാറിൽ കയറി സിഗരറ്റ് വലിക്കുമ്പോൾ ഫാറൂഖ് 5 നേരം നിസ്കരിക്കുന്ന വ്യക്തിയാണ്. അതിനാൽ ഒരു വശത്ത് ഇരുന്ന് നിസ്കരിക്കുകയാണ്. നിസ്കരിച്ച് എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ സ്ഥലത്ത് ഒരു ഗുഹ പോലെ കാണുകയും ഫാറൂഖ് അതിനടുത്ത് പോകുമ്പോൾ പുറകെ ക്യാമറയും പിടിച്ച് ഇബ്രുവും പോവുകയാണ്. അങ്ങനെ ആ ഗുഹ പോലത്തെ കവാടത്തിനകത്തേക്ക് പോയപ്പോൾ അവിടെ ഒരു കാഴ്ച കാണുകയാണ്. മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും ഒക്കെ എല്ലുകൾ ഉപയോഗിച്ച് ഒരു വട്ടത്തിൽ ഒരു ഇല്ലുമിനാറ്റി പോലെ നടുവിൽ ത്രികോണവും കണ്ണൊക്കെ വരച്ച് അടുക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ ഒരുപാട് തുണികളും പാവക്കുട്ടികളും ഒക്കെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. എന്താ കഥ എന്നറിയില്ല. ആ മരത്തിൽ 7175 എന്ന നമ്പറും കണ്ട് ഇത് ജിന്നുകളുടെ പ്രിയപ്പെട്ട നമ്പറാണ് എന്ന് ഫാറൂഖ് പറയുകയാണ്. അതൊക്കെ കാണുമ്പോൾ ഇബ്രുവിന് ഛർദ്ദിക്കാൻ വരികയാണ്. അങ്ങനെ അവിടുന്ന് കാറിൽ കയറി വീണ്ടും യാത്ര തുടരുമ്പോൾ അതുവഴി ഒരു ആട് മേയ്ക്കുന്നവൻ വരുന്നത് കാണുകയും അവനോട് പോകേണ്ട സ്ഥലത്തേക്കുള്ള വഴി ചോദിച്ച് ഒരു വിധത്തിൽ അവൻ പറഞ്ഞ റൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കെ ആ ഗ്രാമവാസികൾ പ്രേതത്തെ പോലെ കൈ വീശി എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നത് കാണുകയാണ്. അങ്ങനെ ആ വിചിത്ര കാഴ്ച ഒക്കെ കണ്ട് കുബ്രയുടെ ഗ്രാമത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. അവിടെ കുബ്രയുടെ ഉമ്മ ഇവരെ 2 പേരെയും വെൽക്കം ചെയ്ത് കൂട്ടിയിട്ട് പോവുകയാണ്. അകത്ത് എത്തിയപ്പോൾ അവിടേക്ക് കുബ്രയുടെ ചേച്ചി വന്ന് എന്തിനാ മന്ത്രവാദികളെ ഒക്കെ വീടിനകത്തേക്ക് കൂട്ടിയിട്ട് വരുന്നത്, എന്തിനാ വീഡിയോ എടുക്കുന്നത്, പുറത്തു പോ എന്ന് പറയുമ്പോൾ എടീ നീ ആദ്യം അകത്ത് പോ, എനിക്ക് എൻ്റെ മകളുടെ ആരോഗ്യമാണ് മുഖ്യം എന്ന് ഉമ്മ പറയുകയാണ്. അങ്ങനെ വീട്ടിലെ ഓരോ മുക്കിലും മൂലയിലും ഇബ്രു ക്യാമറ ഫിക്സ് ചെയ്യുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ അഥവാ ഫാറൂഖ് എന്തെങ്കിലും ഉടായ്പ് കാണിക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ്. കുബ്രയുടെ ചേച്ചി ക്യാമറയെ തുറിച്ചു നോക്കുമ്പോൾ ക്യാമറ ഒന്ന് ഷെയ്ക്ക് ആവുകയാണ്. അങ്ങനെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ച് ശരി ഇനി പറയൂ കുബ്രയ്ക്ക് എന്താ സംഭവിച്ചത് എന്ന് ഫാറൂഖ് ചോദിക്കുമ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാട്ടുകയാണ്. അത് കുബ്രയുടെ കല്യാണ വീഡിയോ ആയിരുന്നു. കുബ്രയ്ക്ക് കല്യാണം നടക്കുന്ന ദിവസം കുബ്ര ഭയങ്കര ഹാപ്പിയിലായിരുന്നു. കല്യാണ ഫംഗ്ഷനും നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്ന് കുബ്രയുടെ മുഖത്ത് എന്തോ ഒരു വ്യത്യാസം അനുഭവപ്പെട്ടു. എഴുന്നേറ്റ് നേരെ ഒരു റൂമിലേക്ക് ഓടിപ്പോയി തിരിച്ചു വന്ന് മണവാളനെ ഗൗരവത്തിൽ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ ശരീരത്തിൽ ഒരു ജിന്ന് കയറിയതായിരുന്നു എന്ന് തോന്നുന്നു. കയ്യിൽ ഒരു പിച്ചാത്തിയും പിടിച്ച് ഓടിപ്പോയി മണവാളനെ ചറപറാന്ന് കുത്തി വെട്ടി നുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. ഇതാണ് അന്ന് സംഭവിച്ചത്. ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ എല്ലാവരും കണ്ടത്. കുബ്രയുടെ ശരീരത്തിൽ ജിന്ന് കയറിയതാണെന്ന് ഫാറൂഖ് പറയുകയാണ്. അതേപോലെ ആ ജിന്ന് അറബിക് ഭാഷയാണ് സംസാരിക്കുന്നത്. ഒരു നമ്പറും പറയുന്നുണ്ടല്ലോ 7175 എന്ന് പറഞ്ഞ് ഉടനെ വീടിൻ്റെ പുറത്ത് എന്തെങ്കിലും ഉണ്ടാവും, തേടി നോക്കണം എന്ന് പറഞ്ഞ് പോയി തേടാൻ തുടങ്ങി. അതിനിടയിൽ ഫാറൂഖ് തിരിഞ്ഞു നോക്കുമ്പോൾ ദേ ഒരുത്തി കുറുകുറുവും നോക്കുന്നു. അതാണ് ഇത്രയും നേരം കുബ്ര എന്ന് പറഞ്ഞ കുബ്ര. അങ്ങനെ നേരെ കുബ്രയുടെ അടുത്തേക്ക് പോയപ്പോൾ ഇബ്രുവിനെ കണ്ടപ്പോൾ കുബ്രയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. നേരെ ഹാളിലേക്ക് കൂട്ടിയിട്ട് പോയി ഇരുത്തി സംസാരിക്കാൻ തുടങ്ങി. അന്നേരം നീ എന്തിനാ കല്യാണത്തിൻ്റെ അന്ന് വയലൻ്റായി പെരുമാറി മണവാളനെ കാലാപൊരിക്ക് തട്ടിയത് എന്ന് ഫാറൂഖ് ചോദിക്കുമ്പോൾ അതെയോ എനിക്കതൊന്നും ഓർമ്മയില്ല എന്ന് കുബ്ര പറയുകയാണ്. ശരി നീ ഉറങ്ങുമ്പോൾ നിനക്ക് ആരെങ്കിലും സംസാരിക്കുന്നതോ കരയുന്നതോ ആയ ശബ്ദങ്ങൾ കേൾക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെ ഒന്നും കേൾക്കാറില്ല. എന്നാൽ എനിക്ക് കുറേ സ്വപ്നം വരും. ആ സ്വപ്നത്തിലെല്ലാം ഞാൻ കാണുന്നത് ഒരു കണ്ണ് മാത്രമാണ്. അതേപോലെ ചില സ്വപ്നത്തിൽ ഒരു കുഞ്ഞിനെ കാണും. ആ കുഞ്ഞിക്ക് ഒരൊറ്റ കണ്ണ് മാത്രമേ ഉണ്ടാവൂ, അതും നെറ്റിയിൽ എന്നൊക്കെ കുബ്ര പറയുകയാണ്. അതിനുശേഷം കുബ്ര കല്യാണത്തിന് ധരിച്ച വസ്ത്രവും മണവാളനെ കുത്തിയ കത്തിയും ഫോട്ടോയും ഒക്കെ എടുത്ത് ഉമ്മ ഫാറൂഖിന് കാണിക്കുകയാണ്. കുബ്രയുടെ ഉപ്പ എവിടെ എന്ന് ചോദിക്കുമ്പോൾ കുബ്ര ജനിച്ച നേരം തന്നെ ഫാദർ മയ്യത്തായി എന്ന് പറഞ്ഞ് ഉമ്മ കരയുകയും സങ്കടപ്പെട്ട് പ്രഷർ കുറഞ്ഞതിനാലാണെന്ന് തോന്നുന്നു മയങ്ങി വീഴുകയും ചെയ്യുന്നു. ഇബ്രു ഒരു ഡോക്ടറാണല്ലോ, അതിനാൽ ചികിത്സിച്ച് ഭേദമാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഫാറൂഖ് പറയുന്നു ഒറ്റക്കണ്ണ് മാത്രം സ്വപ്നത്തിൽ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അത് ജിന്നിൻ്റെ അടയാളമാണ്. അതിനാൽ ഈ വീട്ടിലുള്ള ഒറ്റക്കണ്ണ് പോലുള്ള എല്ലാ തിങ്സും എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റണം എന്ന് പറഞ്ഞ് ആ വീട്ടിലുള്ള ഒറ്റക്കണ്ണുള്ള എല്ലാ അലങ്കാര വസ്തുക്കളും എടുത്തു മാറ്റുകയും ചെയ്തു. അതിനുശേഷം കുബ്രയെ എല്ലാവരും കൂട്ടിയിട്ട് അവളുടെ റൂമിലേക്ക് തന്നെ കൊണ്ടുവിടുകയാണ്. എന്നിട്ട് ഡോറെല്ലാം അടച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് ഒരു ലിക്വിഡ് എടുത്തിട്ട് കുബ്രയുടെ കയ്യിൽ ഒഴിച്ചു കൊടുത്ത് ഇത് മണപ്പിക്ക് എന്ന് പറഞ്ഞതും അവൾ മണപ്പിക്കാൻ നോക്കിയതും
ആ ജിന്ന് കുബ്രയുടെ ശരീരത്തിലേക്ക് കയറി വിരളി പിടിച്ച് അലറി അറബിയിൽ എന്തൊക്കെയോ തെറി പറഞ്ഞ് ജിന്ന് പോവുകയും ചെയ്തു. ജിന്നിന് അതിൻ്റെ മണം അലർജിയാണെന്ന് തോന്നുന്നു. അന്നേരം കുബ്ര തിരിഞ്ഞിരുന്ന് തുണി പൊക്കി പുറത്തുള്ള മുറിവ് തയമ്പ് കാണിക്കുകയാണ്. അതായത് ജിന്ന് അവളെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഫാറൂഖ് ഒരു തുണിയെടുത്ത് കുബ്രയുടെ ദേഹത്തേക്ക് ഇട്ട് മറച്ചു വെച്ച് കുബ്രയുടെ വായിൽ നിന്നും ജിന്നിൻ്റെ ഉറവിടത്തെ മന്ത്രം ചൊല്ലി പറിച്ചെടുക്കാൻ കൈ ഇട്ടതേ ഓർമ്മയുള്ളൂ. ഓൻ്റെ കൈ പിടിച്ച് ഒരു സിമ്പൽ ആ ജിന്ന് എഴുതി വിടുകയാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആർക്കും അറിയില്ല. ഖുർആൻ എടുത്ത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അർത്ഥം നോക്കുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം മിറർ, കണ്ണാടി എന്നായിരുന്നു. അങ്ങനെ ഇബ്രു ഫാറൂഖിനെ മാറ്റി നിർത്തി നമുക്ക് അവളോട് ഈ പരീക്ഷണം വേണോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുമ്പോൾ നീ ആദ്യം ഒന്ന് ക്ഷമയോടെ നിൽക്ക്, ഓരോ പ്രശ്നത്തിനും അത് പരിഹരിക്കാൻ അതിൻ്റേതായ ടൈം എടുക്കും എന്ന് ഫാറൂഖ് പറയുകയും ഇബ്രു ക്ഷമിച്ച് നിൽക്കുകയും ചെയ്യുന്നു. എന്നിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നോക്കിയാൽ ദേ ഒരു രൂപം ഇബ്രുവിനെ തന്നെ നോക്കി നിൽക്കുന്നു. ഇപ്പോൾ വീട്ടിൽ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അന്നേരം കുബ്ര എഴുന്നേറ്റ് നിന്ന് കണ്ണാടിക്ക് മുന്നിൽ പൊസസ്സായി നിന്ന് അവിടുന്ന് പോകുമ്പോൾ കണ്ണാടി വരെ പേടിച്ച് വിറക്കാൻ തുടങ്ങി. ആ പോക്ക് നേരെ കിടന്നിട്ടുള്ള അവളുടെ ഉമ്മയുടെയും ചേച്ചിയുടെയും അടുത്തേക്കായിരുന്നു. രണ്ടുപേരെയും കുറച്ചു നേരം കുറു നോക്കിയിട്ട് വന്നതുപോലെ തിരിച്ച് അവളുടെ റൂമിലേക്ക് പോവുകയും ചെയ്യുന്നു. പ്രേതമല്ലേ, അതുകൊണ്ട് ഒന്ന് പേടിപ്പിക്കാൻ വന്നതായിരിക്കും. തുടർന്ന് കാണാനുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചുവടെ തെളിഞ്ഞു വരുന്ന സ്ക്രീനിൽ ക്ലിക്ക് ചെയ്ത് കാണുക.